നമസ്കാരം. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കേന്ദ്ര തീവ്രവാദ വിരുദ്ധ അന്വേഷണ ഏജൻസിയായ ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ കേസിൽ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത്. വളരെയധികം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള NIA കേന്ദ്ര ആസ്ഥാനത്ത് പ്രത്യേകം സജ്ജീകരിച്ച സെല്ലിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. 12ഓളം ഉദ്യോഗസ്ഥന്മാരാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. അതിൽ NIA ഉദ്യോഗസ്ഥരുണ്ട്, മാത്രമല്ല കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രതിനിധികളുണ്ട്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായി വിവരങ്ങൾ ശേഖരിക്കാനും അനലൈസ് ചെയ്യാനും കഴിയുന്ന ഈ ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സംഘം ഈ 12-അംഗ സംഘത്തിലുണ്ട്. 18 ദിവസത്തെ സമയം മാത്രമാണ് NIAക്കുള്ളത്. ഈ 18 ദിവസത്തിനുള്ളിൽ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ അധികൃതർക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും തഹാവൂർ റാണയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇതുവരെ അന്വേഷിച്ചു വച്ചിട്ടുള്ള പല കാര്യങ്ങളിലും സ്ഥിരീകരണം റാണയിൽ നിന്ന് വേണ്ടതുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഓരോ ദിവസവും ചോദ്യം ചെയ്യുന്നത്. ആദ്യ ദിവസം 3 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തതെങ്കിൽ പിന്നീട് അങ്ങോട്ട് 10-12 മണിക്കൂർ ഓരോ ദിവസവും റാണയെ ചോദ്യം ചെയ്യുകയാണ്. ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ ഘട്ടങ്ങളിൽ സഹകരിക്കാതിരുന്ന റാണെ ഇപ്പോൾ നല്ല കുട്ടിയായി സഹകരിക്കുന്നുണ്ട് എന്നാണ് NIA ഇന്നു മുതൽ പുറത്തേക്ക് വിടുന്ന സന്ദേശം. എന്ന് പറഞ്ഞാൽ തഹാവൂർ ഹുസൈൻ റാണ പൂർണ്ണമായും NIA സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തത്ത പറയും പോലെ കാര്യങ്ങളെല്ലാം പറയുകയാണ് എന്നാണ് NIA സംഘം നൽകുന്ന വിവരം. എന്തായാലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തഹാവൂർ ഹുസൈൻ റാണ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ISIയും അതുപോലെ തന്നെ ലഷ്കർ-ഇ-ത്വയ്ബ ടീമും പിന്നീട് തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ഇങ്ങനെ ഒരു 3 ഭാഗങ്ങളിൽ നിന്നാണ് ഈ തീവ്രവാദി ആക്രമണത്തിൻ്റെ നിയന്ത്രണം അവർ നടത്തിയത്. മാത്രമല്ല, ഇത് നവംബറിലാണ് മുംബൈ ഭീകരാക്രമണം നടന്നതെങ്കിലും ഏതാണ്ട് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഇത്തരമൊരു ആക്രമണം നടത്താൻ ഒരു ആദ്യ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് ഇപ്പോൾ തഹാവൂർ റാണ വെളിപ്പെടുത്തുന്നത്. ഏപ്രിലോ മെയ്യിലോ ഈ ആക്രമണം നടത്താനായി പദ്ധതി ഇട്ടിരുന്നു. ഭീകരർ പാകിസ്ഥാനിൽ നിന്നും പുറപ്പെടാൻ തയ്യാറായിരുന്നു. അപ്പോഴേക്കും കടൽ പ്രക്ഷുബ്ധമാകുന്നു. ഇന്ത്യൻ തീരത്ത്, മുംബൈ തീരത്ത് അറബിക്കടൽ പ്രക്ഷുബ്ധമാകുന്നു. തീവ്രവാദികൾക്ക് ഇങ്ങോട്ട് സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യമില്ലാതെയാകുന്നു. നമുക്കറിയാം, ബോട്ടുകളിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നാണ് മുംബൈയിലേക്ക് അവർ എത്തിയത് എന്ന് നമുക്കറിയാം. അത്രമാത്രം ഗുരുതരമായ വീഴ്ച അതിർത്തിയിൽ സംഭവിച്ചിരിക്കുന്നു, സമുദ്രാതിർത്തിയിൽ സംഭവിച്ചിരിക്കുന്നു. ഇൻ്റലിജൻസ് ഫെയിലുവർ ഉണ്ട് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. ഈ ഇൻ്റലിജൻസ് ഫെയിലുവർ ഒന്നുകൂടി വരച്ചു കാട്ടുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത്, ആദ്യഘട്ടത്തിൽ ഈ ഇന്ത്യയിലേക്ക് കടക്കാനാകാതെ ഭീകരർ യാത്ര മാറ്റിവെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്ന കൃത്യമായ സമയത്ത് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തിയില്ല എങ്കിൽ അത് നടക്കാതിരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. പക്ഷേ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല. ആദ്യ കാലത്ത് അല്ലെങ്കിൽ ആദ്യ അറ്റംപ്റ്റിൽ അവർക്ക് സാധിച്ചില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കടൽ പ്രക്ഷുബ്ധമായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ അതിർത്തികൾ സംരക്ഷിക്കാൻ പ്രകൃതി പോലും അന്ന് പ്രക്ഷുബ്ധമായി നിന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യയിലെ അധികാരികൾ അതറിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് കടൽ ശാന്തമായതിനു ശേഷമാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്ന് തഹാവൂർ റാണെ പുറത്തു പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റാണയ്ക്ക് ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാണ്. ഈ തീവ്രവാദി ആക്രമണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയല്ല തഹാവൂർ റാണെ. A-to-Z എല്ലാ കാര്യങ്ങളും തഹാവൂർ റാണയ്ക്ക് അറിയാമായിരുന്നു എന്നതാണ് രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. മൂന്നാമത്തേത്, ഈ തഹാവൂർ റാണ യും കൂട്ടാളിയായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും കൂടി ചേർന്നാണ് ഈ തീവ്രവാദി ആക്രമണം പദ്ധതിയിടുന്നത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഏതാണ്ട് ഏപ്രിൽ മാസത്തോടു കൂടി അമേരിക്കയിൽ 6 മാസം താമസിക്കാനായി പോകുന്നു. അവിടെ വെച്ചാണ് മെയ്യോടുകൂടി റാണയും ഹെഡ്ലിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് കൃത്യമായി എവിടെയൊക്കെ ആക്രമണം നടത്തണം, അതായത് ആക്രമണം നടത്തേണ്ടത് താജ് ഹോട്ടലിലാണ് എന്നതടക്കമുള്ള വ്യക്തമായ വിവരങ്ങൾ ഹെഡ്ലി റാണയോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭാഷണ ശകലങ്ങളൊക്കെ NIA കസ്റ്റഡിയിലുണ്ടായിരുന്നു. അത് ഈ റാണയെ കേൾപ്പിച്ചതിലൊരു സ്ഥിരീകരണം വരുത്തുക മാത്രമാണ് ചെയ്തത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 3ഓളം വിവരങ്ങൾ ഇതുവരെ റാണയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതായി പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് മാത്രമായിരിക്കില്ല. തീർച്ചയായും മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതീവ രഹസ്യമായ, അതീവ നിർണായകമായ ധാരാളം വിവരങ്ങൾ റാണയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. ഇത്രയും പുറത്തു വന്നിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്കുള്ള വിവരങ്ങൾ
മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നിശ്ചയമാണ്. എന്തായാലും റാണെ സഹകരിച്ച് തുടങ്ങിയിരിക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിന് ഇന്ത്യൻ അധികൃതർക്ക് ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളും ഇനി റാണയിൽ നിന്ന് ലഭിച്ചേക്കാം. മാത്രമല്ല, ഇന്ത്യയുടെ പക്കലുള്ള ചില തെളിവുകളിൽ സ്ഥിരീകരണവും റാണെ ഇനി വരും ദിവസങ്ങളിൽ നൽകിയേക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.